ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു മനുഷ്യന്റെ ഏറ്റവും മോശമായിട്ടുള്ള സമയത്ത് എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കുമല്ലോ. ഈ ആത്മഹത്യ കുറിപ്പുകളൊക്കെ കാണേണ്ടി വന്നിട്ടുണ്ടാവില്ല? ഞാൻ എടുത്തേണ 10-ൽ 8 ആത്മഹത്യകളിലും കുറിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു ആത്മഹത്യ. അവരെ ഭ്രാന്ത. ഞാൻ ആത്മഹത്യയാണ് അവരോട് തരാം. അതാ പറയാം, ഈ ലോകത്തെ ഏറ്റവും വലിയ ആത്മഹത്യ യോഗി ഞാനാണ്. ഞാനേ ജീവിച്ചിരിക്കുമെങ്കിൽ പിന്നെ അവർക്കെന്ത് ജീവിച്ചിരുന്നു? ഈ 2 കൈയും കാലില്ലാത്തോ ഞാനൊരാളാ. അപ്പോൾ അത് ഇത്രയുള്ള പ്രശ്നമായിട്ട് കിട്ടിയത് ട്രെയിനിന്. ഞാൻ ചെല്ലുമ്പോൾ ആലുവയിൽ ഇങ്ങനെ എല്ലാവരും യാത്രക്കാരും ഒരു 100-500 പേരുണ്ടെങ്കിലും യാത്രക്കാർ മൊത്തം ഉണ്ട്. ട്രെയിനിലും ഉണ്ട്, ജനങ്ങളും ഉണ്ട്. എല്ലാവരും മാറിക്കുക. പുള്ളി ജീവന് വേണ്ടി ഇങ്ങനെ 2 കൈ മാത്രമായിട്ട് നീന്തിന്. എന്നെ പുള്ളിക്ക് പറയാനും പറ്റില്ല, എന്തൊക്കെ പറയണുണ്ട്. കുടലൊക്കെ ഊർന്നു പോയൊക്കെ ഇത്ര ജീവനുണ്ടോ? ആളിന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. ആളിന്ന് രക്ഷയോടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ ജീവിക്കാമെങ്കിൽ പിന്നെ 2 കൈ നഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് ഇതിലുള്ള കൂട്ടുകാരൻ, ഞാൻ ഇവിടെ ഒരു ദിവസം എന്നെ ട്രെയിൻ ഇടിച്ചിട്ട് അറിയിപ്പൊന്നൊക്കെ. അപ്പോൾ ഞാൻ ചെന്ന് അന്വേഷിച്ച് കിടക്കുമ്പോൾ രാത്രി ഞങ്ങൾ ട്രെയിൻ അന്വേഷിച്ച് കിടക്കും. ഞാൻ ഇങ്ങനെ ടോർച്ചുണ്ട്, അതൊക്കെ ആയിട്ട് റെയിൽപാളത്തിൽ അന്വേഷിച്ച് കിടക്കല ജോലി. ഈ ഇടിച്ച ആൾക്ക് പോസ്റ്റ് നമ്പറേ പറയുള്ളൂ. 90-25, 90-18 അങ്ങനെ പോസ്റ്റ് നമ്പർ. ഈ പോസ്റ്റ് നമ്പർ എവിടെ നിന്നൊക്കെ ഇപ്പോൾ നമുക്ക് ഏകദേശം അറിയാം, നോക്കി അന്വേഷിച്ചെടുക്കണം. അപ്പോൾ ഒരു ദിവസം ഞാനപ്പോൾ ഒരു പുള്ളി എടുത്ത്, അവിടെ പുള്ളി ഇരിക്കേ, ഞാൻ ആ പുള്ളി എടുത്ത് നോക്കി, ചേട്ടാ ഒരു ട്രെയിൻ അടിച്ചെന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ നിന്ന് പറയുക? അത് ഞാനാണ് മോനെ എന്ന് പറയുന്നത്. നമ്മൾ ചേട്ടനൊന്നും ഒരു കുഴപ്പമില്ല. എൻ്റെ ഈ വശം നോക്കുമ്പോൾ ഈ വശം കയ്യില്ല, ഈ വശം കട്ടേ കിടക്കേ. ആ പുള്ളി സുഖമായിട്ട് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. ഇയാളുടെ കൂട്ടാരണം ഇവിടെ അപ്പുറമാണ് വീട്, ജീവിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ കൈയും കാലും ഇല്ലാതെ ഇപ്പോഴും കുറേ പേര് ജീവിച്ചിരിക്കുന്നുണ്ട്, ഒന്നുമില്ലാതെ ജീവിച്ചിരിക്കുന്നത്. ഇതൊക്കെ അപകടങ്ങൾ ഉണ്ടാവുന്നതല്ലേ, ആത്മഹത്യ ആയിരിക്കില്ലല്ലോ? ഇത് അപകടത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇവർക്കൊക്കെ അപകടങ്ങൾ സംഭവിച്ചിട്ട് ഇവർക്കൊക്കെ ജീവിച്ചിരിക്കാമെങ്കിൽ, വീണ്ടും ജീവിക്കാൻ പ്രചോദനമാണെങ്കിൽ പിന്നെ എന്തിന് ഇതെല്ലാം ഉള്ളവർ, എല്ലാം ഉള്ളവർ ആത്മഹത്യ ചെയ്യണം. അത്യാവശ്യം എല്ലാ ചുറ്റുപാടുകളും ഉള്ളവർ ആത്മഹത്യ ചെയ്യണം. അല്ല ഒരു പറയാൻ ഒരാളെങ്കിലും ഉണ്ടാവും. എന്താണ് നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് പെണ്ണാണെന്ന് പറഞ്ഞാൽ 100 പേര് ചോദിക്കാനുണ്ടാവും. ഒരാണാണെന്ന് പറഞ്ഞാൽ എന്തായാലും അവനെ ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഫ്രണ്ടെങ്കിലും അവന് ചോദിക്കാനുണ്ടാവും. ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും. ഈ ചോദിച്ച് അവർക്ക് കാര്യം പറഞ്ഞു തീർക്കാവുന്ന കാര്യമുള്ളൂ. അതില്ലാതെ സ്വന്തം തീരുമാനത്തിൽ ചില ആത്മഹത്യ 4-5 തരമാണ്. വൈരാഗ്യം, വാശി. ഞാൻ ചത്താലും എൻ്റെ മക്കൾ ചത്താലും നിന്നെ ഞാൻ ജീവിപ്പിക്കൂല, നിന്നെ നരകിപ്പിക്കും എന്ന് പറഞ്ഞ് ചാവണ ഒരു തരം ആത്മഹത്യയുണ്ട്. നിന്നെ തകർക്കാൻ വേണ്ടിയുള്ള ആത്മഹത്യ. ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് ആരുമില്ല, ആരോടൊരു പരിഭവവും ഇല്ല ഞാൻ എന്ന് മാത്രമുള്ള ഒരു ആത്മഹത്യ. ഒറ്റയ്ക്കായി ആത്മഹത്യ. രോഗശൈലിയിൽ എനിക്ക് ഞങ്ങട്ട് എൻ്റെ മക്കൾക്കും ആർക്കും ഭാരമാവാൻ ഇതില്ല. രോഗശൈലിയിൽ കൊണ്ടുള്ള ആത്മഹത്യ, അപമാനം കൊണ്ടുള്ള ആത്മഹത്യ, ഇത്രയാണ് ആത്മഹത്യ. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കണതിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവനോടുള്ള പ്രതികാരം കൊണ്ടുള്ള ആത്മഹത്യയാണ്. ഭർത്താവിനോടോ മക്കളോടോ, അതല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ, മകനോടോ മകളോടോ, കൂട്ടുകാരോടോ കൂട്ടുകാരിയോടോ അങ്ങനെ തോന്നുന്ന ആത്മാർത്ഥമായ ആത്മഹത്യകളാണ് ഞാൻ എടുത്തതിൽ ഭൂരിഭാഗവും. അതിലും ഭൂരിഭാഗവും ആണുങ്ങളുടെ ആത്മഹത്യയാണ് ഏറ്റവും കൂടുതൽ എടുത്തത്. കാരണം നിസ്സായാവസ്ഥ കൊണ്ട് ആത്മഹത്യ ചെയ്ത് കുറേ പേരുണ്ട്. അപമാനം, അതാണ്. ഇപ്പൊ നേരത്തെ ഒരാളുടെ ഇത്ര ഭാഗം മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പൊ എങ്ങനെയാ ജീവിക്കുന്നത്? അയ്യോ, എവിടെയെന്ന് അറിയില്ല. റെയിൽവേ എയർപോർട്ടിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വന്നപ്പോൾ ജീവിച്ചിരിക്കണമെന്ന് മനസ്സിലാവണം. ആണല്ലേ? റെയിൽവേയിൽ ടിക്കറ്റിന്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. റെയിൽവേ അപകടങ്ങൾ സംഭവിക്കുന്ന ഏതൊരു മനുഷ്യനും കുറെ പൊതുജനങ്ങൾക്ക് അറിയാൻ പാടില്ല, റെയിൽവേ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ നഷ്ടപരിഹാരം, അതായത് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും തുടർ ചികിത്സയ്ക്കുമായുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇൻഷുറൻസ് ഉണ്ട്. അത് അറിയാമെങ്കിൽ അതുമായി റെയിൽവേയുമായി എവിടെ വെച്ച് അപകടം നടന്നു ആ റെയിൽവേയുമായി ബന്ധപ്പെട്ടാൽ എല്ലാത്തിനും ഇൻഷുറൻസ് റെയിൽവേ തരും. ഇങ്ങനെ രക്ഷപ്പെടുത്തിയ ആൾക്കാരെ പിന്നീട് കണ്ടിട്ടുണ്ടോ? 1-2 പേരെയൊക്കെ ചിലർ വന്ന് കണ്ടിട്ടുണ്ട്. 1-2 പേരെ ചിലർ വിളിച്ചിട്ടുണ്ട്, പോയി കണ്ടിട്ടുണ്ട്. ഒരു അച്ഛൻ വിളിച്ചിട്ടുണ്ട് ഒരു മകളുടെ വേണ്ടി. ഞാൻ 1-2 പേരൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഓർമ്മയിലൊക്കെ നിൽക്കാൻ മാത്രമായിട്ടുള്ളൊരു ഇതില്ല. വിളിച്ചിട്ടുണ്ട് 1-2 പേര്. ഈ ഏറ്റവും കൂടുതൽ നാടകം അല്ലെ ഏറ്റവും കൂടുതൽ ഡ്രാമ കാണുന്നത് മരണ വീട്ടിലാണെന്ന്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? കാരണം ഒരാള് മരിച്ചു കിടക്കുമ്പോ ഒരു സങ്കടം കൊണ്ടായിരിക്കില്ല, ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല. സ്വന്തം ഭാര്യ അല്ലെ ഭർത്താവിന്റെ മുമ്പിൽ കരഞ്ഞ് നാടകം കളിക്കണുണ്ടല്ലേ. മരണ വീട്ടിൽ പോയാ തുടർച്ചയായിട്ട് കരയണ ഒരു വ്യക്തിയെ കാണിച്ചു തരാമോ? അത് വിഷമം കൊണ്ട് അവരുടെ ചിന്ത അവിടെ നിന്ന് മാറാതെ മറ്റൊരു ഇതിലേക്ക് പോവാതെ ഒരു വ്യക്തിയെ കാണിച്ചു തരാമോ? സൈലന്റ് ആയിട്ടിരിക്കണവനെ വിശ്വസിക്കാം. ആരോടും പറയാതെ, കരയാതെ, പൊട്ടിക്കരയാതെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കാം. മനസ്സിൽ കുറച്ച് നേരമുണ്ട്. ഈ സൈലന്റ് ആയിട്ടിരിക്കുന്ന ആൾ എത്ര നേരം ആയാലും 1 ദിവസം 2 ദിവസം ആണ് ഏറ്റവും കൂടുതൽ മാക്സിമം വിഷമമുള്ളത്. അവരവരെ ജീവിതം തിരഞ്ഞെടുത്തേ പറ്റൂ അല്ലേ? പിന്നെ ചില പത്രത്തിൽ കണ്ടിട്ടുണ്ട് ഭർത്താവ് മരിച്ച സഹിക്കാത്ത ഭാര്യ ആത്മഹത്യ ചെയ്തത്. ഇതിൻ്റെ പൂർണ്ണത അന്വേഷിച്ച് ആരും പോയിട്ടില്ല. അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ. ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത്, ഈ എറണാകുളം റൂറലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ആയിരുന്നു, ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ ആത്മഹത്യ ചെയ്തതല്ല, ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ഭാര്യ 3 മാസം കഴിഞ്ഞപ്പോൾ ഗർഭിണിയായി.
അപ്പോഴാണ് ഭാര്യ ആത്മഹത്യ ചെയ്തത്. പത്രത്തിൽ നോക്കുമ്പോൾ ഭർത്താവ് മരിച്ച് ഭാര്യ ആത്മഹത്യ ചെയ്യുന്നതാണ്. അതാണ് യഥാർത്ഥ കഥ. ഇതിന്റെ ഒരു ഉണ്ട്, ഇത് നമ്മുടെ അറിവിലുള്ളത്, യഥാർത്ഥത്തിൽ അറിവുള്ളത്. അറിവില്ലാത്ത അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഇടി, നോലോളി, കരച്ചില്, വീഴ്ചയിലൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോത്തോളം ഒരു മരണ വീട്ടിൽ നാടകങ്ങൾ കളിക്കുന്നുണ്ട്. കൂടുതലും പേരും മരണപ്പെട്ട വ്യക്തിയുടെ കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളാണ് കൊച്ചിൻ്റെ ഉൾപ്പെടെ, ഭാര്യയുടെ ഉൾപ്പെടെ, കുടുംബത്തിൻ്റെ ഉൾപ്പെടെ ഭദ്രതയെക്കുറിച്ചാണ് അവർ സംസാരിക്കണം. മരിച്ചെടുക്കണ മനുഷ്യൻ അടക്കം ചെയ്യണമുള്ള കാര്യമാണ് കൂടുതൽ സംസാരിക്കുന്നത്. ചിന്തിച്ചാൽ മതി. ഭാര്യയുടെ അടുത്ത ചിന്ത, ഞാൻ എങ്ങനെ ജീവിക്കും, ഞാൻ എൻ്റെ ഈ മക്കളെയും കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും, എൻ്റെ മക്കളായിട്ട് എങ്ങനെ ജീവിക്കും, എവിടെ നിന്ന് മാർഗം കിട്ടും, അന്വേഷണം അതാണ് മനസ്സുകൊണ്ട് അന്വേഷണം അതാണ്. അടുത്ത ഞാൻ എന്ത് ചെയ്യും, വാടക വീടാണ്, ഞാൻ എവിടേക്ക് ഇനി പോകണം, ഞാൻ എവിടേക്ക് ഇനി മാറണം, ആരെന്നെ സഹായിക്കും, ഇതൊക്കെയാണ് ചോദ്യവും കാര്യങ്ങളൊക്കെ വന്നത്. ചിന്തകൾ, കരച്ചിലവിടെ മാറി, വിഷമം മാറി. ചില സമയത്ത് ചിലവരെ മുഖത്ത് നോക്കിയാൽ, കരഞ്ഞിരിക്കണ മുഖത്ത് നോക്കി ചിലപ്പോൾ പല്ല് ഞെരിക്കണോ ഈ മരിച്ചെടുക്കണോ നോക്കിയിട്ട്. കണ്ടിട്ടുണ്ടോ? നമ്മളൊരു മനുഷ്യൻ്റെ ദയനീയാവസ്ഥയിൽ നോക്കുമ്പോൾ, ക്യാമറ ഇട്ട് ചെല്ലുമ്പോൾ ദയനീയാവസ്ഥ കാണുന്നുള്ളൂ. ക്യാമറ മാറിയിട്ട് എല്ലാവരെയും ശ്രദ്ധിക്കാത്ത സമയത്ത് ആ വ്യക്തിയെ ശ്രദ്ധിച്ചു നോക്കി. ഇവനോടുള്ള ദേഷ്യം വരെ ആ സമയത്ത് ഓട്ടോമാറ്റിക് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിൽ പുറത്തു വരും, അവൻ്റെ സങ്കടത്തെക്കാൾ കൂടുതൽ. പിന്നെ കരച്ചിൽ കൊള്ളുമ്പോൾ വന്നത് മറ്റുള്ളവരെ കരണ്ടിട്ട് സ്വാഭാവികമായിട്ട് കരണം. ഞാനിപ്പോൾ ചിലവരുണ്ടല്ലേ, അവർ കരണ്ട് എനിക്ക് കരച്ചിൽ തോന്നും. ആ ഒരു കരച്ചിൽ വേറെ, അതൊന്നും ആത്മാർത്ഥമല്ല. എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. എടുത്തെടുത്ത് എണ്ണി ഓരോരുത്തരുണ്ട്. നീ ഇന്നലെ ഉണ്ടായിരുന്നില്ല, എൻ്റെ ചേട്ടനെ കൊണ്ടുപോലെ, എവിടെ കൊണ്ടുപോയി, എനിക്ക് നല്ല ബോധമില്ലേ, ഇവരാരും കൂടെ പോകുമോ, അല്ല എന്നെ കൊണ്ടുപോലെ, എന്നെ ഇവിടെ വെച്ചിട്ട് പോകും, ഇവിടെ കയറിയിട്ട് പോകും, എല്ലാം എടുക്കാറ്. ഇതൊക്കെ വേറെ അഭിനയമോ, എനിക്ക് അറിയാല്ല. മൃതദേഹം കൊണ്ടുപോയി ആ 2 മിനിറ്റത്തേക്കൊന്ന് മാറിക്കാൻ പറ്റും. ആ പഴക്കമുള്ള മൃതമാണെങ്കിൽ ആരെങ്കിലും വന്ന് കാണണ്ട. ആ ഫ്രീസറിൽ നിന്ന് ചെന്ന് പൊക്കി കഴിഞ്ഞാൽ ഈ ആളും അടുത്തേക്കുള്ള, മൃതദേഹത്തിൻ്റെ അടുത്തേക്കുള്ള, പഴക്കമുള്ളവർ മൃതദേഹത്തിനടുത്ത് ഒരു ബന്ധുക്കൾ നിൽക്കുള്ള, മണമുള്ളതാണെങ്കിൽ. ഈ അഭിനയം അവിടെ കാണുന്നില്ല, ആരും കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. മറ്റേത് ആദ്യമ്പനവും എന്തൊക്കെ, അതൊക്കെ കുറേ അഭിനയങ്ങളാണ്. അഭിനയങ്ങളെന്ന് തന്നെ പറയാൻ പറ്റില്ല. ഞാൻ കണ്ടെടുത്തോളം അഭിനയങ്ങളാണ്. ആത്മാർത്ഥമുള്ള കരച്ചിലുകളും സങ്കടങ്ങളും ഇല്ല എന്നല്ല, വിഷമങ്ങളുണ്ടാവും. പക്ഷെ ഇതൊക്കെ എത്ര നേരത്തേക്ക് അവരത് മറക്കാതിരിക്കാൻ പറ്റില്ല. മനുഷ്യനാണ്, മറന്നേ പറ്റൂ, പുതിയ ജീവിതം ആരംഭിച്ചേ പറ്റൂ, അവരുടേതായ ജീവിതത്തിലേക്ക് പോയേ പറ്റൂ, ബാധ്യതകളും കാര്യങ്ങളും അവർ ഏറ്റെടുത്തേ പറ്റൂ. മരണപ്പെട്ടവർ പോയതും അവസാനിച്ച് അത് അവിടെ ഉള്ളൂ. ജീവിച്ചിരുന്ന അങ്ങ് ഞാനൊക്കെ ഓർമ്മകളാണെങ്കിൽ ഇന്ന് ഞാൻ മരണപ്പെട്ട ഭാര്യ എത്ര നാൾ ഓർമ്മിച്ചിരിക്കും? 2 ദിവസം ഓർമ്മിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പോകണം. വല്ലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഈ നിമിഷം ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു ആ ഒരു ജീവിതം. ആളുടെ ജീവിതം തിരഞ്ഞെടുക്കും. സന്തോഷം, അവരുടെ സന്തോഷം നോക്കിയാൽ പറ്റും. നമ്മൾ ഭൂമിയിൽ ചോദിച്ചാൽ അവർ സന്തോഷം നോക്കിയാൽ പറ്റും. മകൻ കഴിഞ്ഞ് മകൻ്റെ മകൻ എന്നെ ഓർക്കോ? ഞാനെന്ന് പറഞ്ഞാൽ ഒരാളുണ്ടെന്ന് ഉള്ള ഓർക്കൂല. ഓർക്കോ? ഇല്ല. ഇപ്പം എൻ്റെ കൂടെപ്പുറപ്പ് പറഞ്ഞ ഭിത്തിയിലുണ്ട്, 2 ഭാര്യയും 2 മക്കളുണ്ട്. അവർ നാളെ വേറെ ജീവിതത്തിലേക്ക് പോകും. ഒരാളെ ജീവിതത്തിലേക്ക് പോയി ഒരെണ്ണം പോയി. ഇന്നിപ്പോൾ അവർ അച്ഛനെ ഓർത്തുകൊണ്ടിരിക്കുകയല്ലല്ലോ. എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? എന്ത് നേടിയിട്ടും കാര്യമില്ല. ഈ നമുക്ക് 6 അടി മണ്ണ് നമുക്ക് അവകാശമില്ല. നമ്മൾ മരിച്ച കോടികൾ ഉണ്ടാക്കിയപ്പോൾ യൂസഫ് സാറ് കോടീശ്വരനാണ് അല്ലേ? ഉദാഹരണം പറയണം, അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയണതിൽ വിഷമമൊന്നുമില്ല. എനിക്ക് അറിയാവുന്ന ഒരു കോടീശ്വരനായിട്ട് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് 2 ദിവസം അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിൽ കയറ്റാനുള്ള അനുവാദം കിട്ടുമോ? എന്തൊക്കെയുള്ള നാട്ടുകാരും കൊടുക്കും. 2 ദിവസം ആ മൃതദേഹത്തിൽ വിരുദ്ധമായാലോ എന്തെങ്കിലും പഴക്കം ചെന്നാലോ 2 ദിവസം വീട്ടിൽ വയ്ക്കുമോ? മതം, വിശ്വാസം വന്ന്, കുടുംബ ചിന്തകൾ, മറ്റുള്ളവരെ തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയില്ലേ അല്ലേ? ഈ അനാഥന് ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ഒരു മതവും കണ്ടുള്ള, ഒരു ബന്ധുക്കളെയും കണ്ടുള്ള, ഒരു മതവും ചോദിച്ചോളൂ, ഒരു മതാചാരവും കണ്ടുള്ള അനാഥ ഭിക്ഷാന്തേഹികൾക്ക് എവിടെയും കൊണ്ട് കൊച്ചുമേൽ അടക്കം ചെയ്ത്. സത്യം പറഞ്ഞാൽ അതിനോടാണ് ഞങ്ങൾ ശരിക്കും ഇത്തിരി ഫാസ്റ്റായിട്ട് അടക്കം ചെയ്യണമെന്ന് തോന്നുന്നു. അതൊക്കെ കാണിച്ചു. കാരണം ഞങ്ങൾ അവരോട് ഒരു കരച്ചിലും കാണിക്കാറില്ല, വെറുതെ പ്രഹസനം കാണിക്കാറില്ല. മനുഷ്യൻ നേരത്തോടെ ഭൂമിയിലേക്ക് വിട്ടു. ആ മനുഷ്യനെ ഒന്നെങ്കിൽ അഗ്നിയിലോ അല്ലെങ്കിൽ കഴിയണം. മനുഷ്യനായാലും മൃഗമാണെങ്കിലും മൃതദേഹം തീർന്ന് ഭൂമി ജീവിക്കേണ്ട സമയം കഴിഞ്ഞ് ഇനി വിടുക, യാത്രയാകുക, അത്രേ ഉള്ളൂ.